ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മിക്സി അത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സിയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു കേടും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ പെട്ടെന്നാണ് അതിനകത്തുനിന്ന് ഒരു ചെറിയ തീ പോലെ വന്ന്. ഇപ്പോൾ ഇത് കുറേ വർഷമായി, ഞാൻ ഒരു 3 വർഷത്തോളം ഇത് ഉപയോഗിക്കാതായിട്ട്. ഇത് കടയിൽ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുത്ത് കിട്ടാൻ താമസിച്ചപ്പം ചേട്ടൻ എന്നെ ഇത് പുതിയ മിക്സി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് ഈ മിക്സി കിട്ടുകയും ചെയ്തു. പക്ഷെ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത കോലത്തിലായി മിക്സി കൊണ്ടുവന്നത്. എനിക്ക് ഈ മിക്സിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരുന്ന് അതിൽ അരക്കാനൊക്കെ അങ്ങ് അറപ്പാന്നേ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ആഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതല്ലേ, ഇപ്പം അതുപോലെ അങ്ങ് ആക്കി കളഞ്ഞേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കരിമ്പം കളയുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു നേരത്തെ. അപ്പം അത്രയും ഒന്ന് അതുകൊണ്ട് തന്നെ ഇതും ഒന്ന് അതേ ലിക്വിഡൊക്കെ തന്നെ ഉപയോഗിച്ച് ഈ മിക്സിയുടെ ജാറൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പം എൻ്റെ വിശ്വാസം വൃത്തിയാകും എന്നുള്ളതാണ്. അങ്ങനെ വൃത്തിയായാൽ നമുക്ക് പുതിയതായിട്ടൊരു മിക്സി എടുക്കാം. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിലൊരു വീഡിയോയും ആകും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രമാത്രം വലിയ വീഡിയോ ആണോ ചെറിയ വീഡിയോ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇപ്പം മിക്സി ആദ്യമേ കാണിക്കുക, എന്നിട്ട് ബാക്കി അതിൻ്റെ ലിക്വിഡൊക്കെ എന്നൊക്കെ എടുക്കുന്നതെന്നും കൂടെ കാണിക്കാവേ. ഇതാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സി. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പഴയ മിക്സി എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ? ഇത് നല്ല പോലെ അവിടെ കൊണ്ടിട്ട് പൊടിയടിച്ച് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നും അങ്ങോട്ട് വൃത്തിയാകുന്നില്ലായിരുന്നേ. അപ്പം എനിക്ക് തോന്നി ഇങ്ങനൊന്ന് ഉരച്ചൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്പം ഇത് വർക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് ഉണക്കി നോക്കാറുണ്ട്, വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ. വർക്കിംഗ് ഒക്കെയാണ്. ഇത് നമ്മുടെ മറ്റേ ആ മിക്സി പോലെയല്ല, വർക്കിംഗ് ആണ്. ഉപയോഗിക്കാത്ത നേരത്ത് പൊടിയൊക്കെ ഉണ്ട്, അതെല്ലാം തൂത്ത് മാറ്റി വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ച് നമുക്ക് ആ ലിക്വിഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നതൊക്കെ കാണിച്ചു തരാവേ. ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുവാണേ. ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ, ഒന്നല്ല കേട്ടോ, 1.5 സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ ഉപ്പ്, പിന്നെ അത്രയും തന്നെ ബേക്കിംഗ് പൗഡർ. കട്ട കെട്ടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് സ്പൂൺ നിറച്ച് ഞാൻ എടുക്കാത്തത് കേട്ടോ. 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഷാമ്പു അത്രയും തന്നെ. ഷാമ്പു 1 സ്പൂൺ ആണെങ്കിലും മതി കേട്ടോ. ഇതിപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാമ്പു. ഇനി ഷാമ്പു വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ 2 രൂപയുടെ പാക്കറ്റ് കിട്ടുമല്ലോ, അതാണേലും മതി കേട്ടോ. പിന്നെ നാരങ്ങാനീര്, അത് 1.5 സ്പൂണ്. പിന്നെ 1.5 സ്പൂൺ വിനാഗിരി. വലിയ പാത്രം എടുക്കണേ, ചെറിയ പാത്രം എടുക്കരുത്. ഇത് പതഞ്ഞ് പൊങ്ങുന്നതാണ്. നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നുണ്ട് എത്രയും പതയുന്ന. പിന്നെ ഷാമ്പു. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലെ കരിമ്പം മാറ്റാനും ഏറ്റവും നല്ലതാണ്. ഒരു വാഷർ പോലെ ഇല്ലേ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഡോറയിലെ നല്ല വൃത്തിയായിട്ട് പോകുന്ന. അപ്പോൾ നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേച്ച് നമുക്ക് നമ്മുടെ മിക്സി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വെച്ച് ചെയ്യാം, എന്നിട്ട് ഇവിടെ വെച്ചിട്ടാകുമ്പോൾ നല്ല വെട്ടമുണ്ട്. ഇതൊരു ബ്രഷാണേ, നല്ല നീളമുള്ള ബ്രഷായിരുന്നു. അത് ഇടിച്ചില് ഇതുണ്ട്, ഇങ്ങനത്തെ സൈസ് ബ്രഷാണ്. ഇത് ഒടിഞ്ഞു പോയി, താഴെ വീണാം. നമ്മുടെ മിക്സി എടുത്തുകൊണ്ട് വന്നേ. അപ്പം ഞാൻ ഇതുപോലൊരു ബ്രഷ് ഇട്ട് ആദ്യം അങ്ങ് തേച്ച് കൊടുക്കുവാണ് ഇതിലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. ഇതിപ്പോൾ ബ്രഷ് തന്നെ വേണമെന്നില്ല, ഒരു തുണിയും മുക്കി തൂത്താലും മതി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ,
ഇത് മുഴുവനും തേച്ച് പിടിപ്പിക്കട്ടെ. ഞാനിത് മുഴുവനും പുരട്ടി ഇതിനകത്തൊക്കെ ശരിക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിനി ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റായേ, 10-15-20 മിനിറ്റ് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ 10 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിൽ ഞാൻ 5 മിനിറ്റ് വെച്ചിട്ടുള്ളായിരുന്നേ. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നാലും തന്നെ നമ്മൾ ഇത്രയുണ്ട്, ഈ എക്സോഡൊക്കെ കൂടെ കിട്ടുന്നതാണ് ഇത്തിരി ഒരു സ്ക്രബ്ബർ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൊരച്ച് നോക്കട്ടെ. പോകുന്നുണ്ട് കേട്ടോ. നോക്കി അടിപൊളിയായിട്ട് വെളുത്തു. ഇതേലും അന്ന് അവരവിടെ കൊണ്ടിട്ട് കുറച്ച് പോറിയായിരുന്നേ, അത് ആ പാടതെ തെളിഞ്ഞിപ്പോൾ വന്ന്. ഇതുണ്ട്, ഇതിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു കറുപ്പ് പോലെ ഉണ്ടായിരുന്നേ. അതെന്നാന്ന് വെച്ചാൽ ഈ മിക്സിയുടെ ജാർ വെച്ച് ഇങ്ങനെ എപ്പോഴും അരച്ചരച്ചരച്ച് വന്നൊരു കറുപ്പായിരുന്നു. അത് നല്ലപോലെ പോയിട്ട് അത് കട്ടിയിലുണ്ടായിരുന്നു. ഇതുണ്ട്, ഇതെല്ലാം അവർ പിന്നെ എന്ത് പശയോ ഏതാണ്ടൊക്കെ പറ്റിയായിരുന്നു. അതൊന്നും ഞാൻ കഴുകിയിട്ട് പോകുന്നില്ലായിരുന്നു, അങ്ങനെ ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചേട്ടൻ കോള് വന്നേ. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് ഇതായി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പശ പോലെ എന്നതോ ഇതേ കൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നേ. അവരന്നത് തന്നപ്പോഴത്തേക്ക് അവരെന്നതോ ഇതിനകത്ത് വല്ലതും തേച്ച് ഒട്ടിക്കുകയോ വല്ലതൊക്കെ ചെയ്തതായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടോ, അന്ന് ഞാൻ ഒത്തിരി ഉരച്ച് നോക്കിയിട്ട് അത് പോകുന്നില്ലായിരുന്നു. ഇപ്പം വേണ്ട അതൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിനകം ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ഉരച്ച് നോക്കട്ടെ. വേണ്ട എല്ലായിടത്തും എടുത്ത് നല്ലപോലെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ എനിക്ക് വിശ്വാസമായിരുന്നു, കാര്യം അത് ഞാനന്ന് ചെയ്തപ്പോൾ നല്ലപോലെ പുത്തം പോലായി ഫ്രിഡ്ജ്. ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം ഉരച്ചെല്ലാം കഴുകിയെടുത്ത് കാണിക്കുന്നത്. ഇപ്പം വിശ്വാസമാവുമല്ലോ. ഇത് കണ്ടോ, ഞാൻ തുടച്ച് കാണിക്കാം, എന്നിട്ട് പിന്നെ ഞാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ ലാസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാവേ. ഇത് എളുപ്പമായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ നാരങ്ങ ഇല്ലെങ്കിൽ നമ്മളൊരു നാരങ്ങ മേടിക്കുക, അത്രയേ ഉള്ളൂ. ഷാമ്പു ആണെങ്കിലും വലിയ വിലയില്ല, 2 രൂപയ്ക്കൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടും. 1 രൂപയുടെ വരെ പാക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നും, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപ്പും ബേക്കിംഗ് സോഡയും അതൊക്കെ നമ്മുടെ വീടുകളിലുള്ള സാധനമാണ്. വിനാഗിരി ആണെങ്കിലും വീടുകളിലൊക്കെ ഉള്ളതാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടാനും ഒക്കെ എടുക്കുന്നതല്ലേ വിനാഗിരി. കാശ് ചെലവുള്ള പരിപാടിയൊന്നും ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുകയില്ല. കാര്യം ഞാനൊരു സാധാരണ വീട്ടമ്മയാട്ടോ. നമുക്കൊരു സാധാരണ കുടുംബം കഴിഞ്ഞു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നല്ലപോലെ അറിയാവുന്നൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പം ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ പോക്കറ്റ് കീറുന്ന രീതിയിൽ ഒരിക്കലും ഞാനൊന്നും എൻ്റെ വീഡിയോയിലൂടെ ഇടത്തില്ല. നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതും എന്നാൽ വലിയ ചിലവില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഞാൻ വലിയ ബലം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആ മിക്സി വലിയ ബലം കൊടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ മിക്സി ഇതാണ്ട് ഇങ്ങനെ തെന്നിപ്പോവും. ഇത് ഞാൻ വലിയ ബലം ഒന്നും കൊടുക്കാതെ ഒറ്റ കൈ കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. അത് വേണ്ട അവിടെ ഒന്നും ചാരി ഇരിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയെല്ലാം മാറ്റി മറിച്ചൊക്കെ കാണിക്കുന്നത് കേട്ടോ. എത്രയല്ല എല്ലാവർക്കും ഒരു സംശയമൊക്കെ തോന്നും, ഞാനിട്ട് ഉരയ്ക്കും വലിയ ബലത്തിലാണോ. ഞാൻ എന്തായാലും സാധാരണ രീതിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എൻ്റെ മിക്സി എനിക്ക് തിരിച്ച് കിട്ടി. ഞാനൊരു വെള്ള തുണി കൊണ്ട് തുടച്ച് കാണിക്കാം. ഇത് കണ്ടോ, എൻ്റെ മിക്സിക്ക് ഒരു ക്രീം കളറാണ്, കറക്റ്റ് നല്ല വെള്ളയല്ല. ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്കത്തെയൊക്കെ പോയി. ഇനി അവിടെ എല്ലാം ഒന്ന് തുണിയും കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ ഇത് കണ്ടോ, തുടയ്ക്കുന്ന തുണിയിലിട്ട് നല്ലപോലെ പത കയറി പിടിക്കും. ഇതുകൊണ്ട് നനച്ച തുണി കൊണ്ട് ഇനിയും തുടച്ച് നോക്കട്ടെ. ഇത് കണ്ടോ, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ കേട്ടോ. ഇത് ഭയങ്കരമായിട്ടും വൃത്തിയായി കേട്ടോ. ഇത് കണ്ടോ എന്നാ നല്ല ഇതായിട്ടാന്ന് നോക്കി. ഇതുണ്ട്, ആ അഴുക്കുള്ളതും അഴുക്കില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ കാണിക്കാവേ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇതാണ്ട് ഇതുപോലെ ഇരുന്ന് ഇവരെ ഏതാണ്ടായാലും പെയിൻറ്റോ ഈ പശ ഏതാണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉരച്ച് കഴുകിയിട്ടെങ്ങും പോത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി ഉറക്കാൻ ഇത് പാട് വീഴും. എനിക്കൊന്ന് ഇവന്മാർ കണ്ട് ഇത് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ശരിയാക്കും അങ്ങോട്ട് ചെയ്തപ്പം പൊട്ടിയതാന്ന് തോന്നി ഇവിടെയൊക്കെ. ഇതാണ്ട് ഇവിടെ എല്ലാം ഒരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകം ഞാൻ വൃത്തിയാക്കിയില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഇത്രയും മാത്രമേ വൃത്തിയാക്കുള്ളൂ. ഇനി ഞാൻ മൊത്തം വൃത്തിയാക്കിയിട്ട്, അല്ല നിങ്ങൾ ഇത് ഞാൻ മൊത്തം ഉരച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ കാണണ്ടേ, അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പം ഇത് പശ എനിക്കൊന്ന് ഞാനിത് മാതിരി പൊട്ടിയത് അറിയാതിരിക്കാനെന്ന് തോന്നുന്നു പശയൊക്കെ ഇതുവഴിയൊക്കെ ഒഴിച്ചു വിട്ടത്. ഞാൻ പൊട്ടിയത് ഒട്ടിച്ചതാണോ എന്നും അറിയത്തില്ല.
എന്നാലും ഇനി മൊത്തം എന്നാലും പോകുന്നുണ്ട്, നല്ലപോലെ വൃത്തിയാവുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്ര ഉരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, ഇത് കറക്റ്റ് വെള്ളയല്ല കേട്ടോ, ഒരു ക്രീം കളറാണ് എൻ്റെ ഈ മിക്സിയുടെ കളറ്. ഇപ്പം ഞാൻ ബാക്കിയും കൂടെ എല്ലാം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാമേ. ഇത് കണ്ടോ, എൻ്റെ പഴയ മിക്സി എന്ന് ആരെങ്കിലും പറയുമോ ഇത് കണ്ടാലേ? ഇതിൻ്റെ ഈ സൈഡൊക്കെ ഞാൻ ബ്രഷ് ഇട്ടാണ് ഉരച്ചത്. ഇങ്ങനെയുള്ള സൈഡൊക്കെ ഉണ്ട്, ഈ വെട്ടക്കൊള്ളടൊക്കെ ബ്രഷ് ഇട്ട് ഉരച്ചു. ഇതിൻ്റെ വയറും എല്ലാം കൂടെ കഴുകി ഞാൻ, അതുകൊണ്ട് തന്നെ കേട്ടോ, അതും വെളുത്ത് നല്ലപോലെ. ഇപ്പം എൻ്റെ പഴയ മിക്സി അല്ലല്ലോ ഇത്, പുതിയ മിക്സി ആയില്ലേ? നിങ്ങൾക്ക് വിശ്വാസമായോ? അതുപോലെ ഉണ്ട് ഇവിടെ ഒക്കെ ഇത് ഒരഞ്ഞേക്കുന്നതിൻ്റെ പാട് ഇവിടെ ഇതുപോലെ ഉണ്ട് കേട്ടോ, അത് പോകത്തില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരഞ്ഞ പാടൊന്നും പോകത്തില്ലെന്നുള്ളത്. ഇത് കണ്ടോ, ഇതിനകമൊക്കെ നമ്മുടെ സാധാരണ ജാറൊക്കെ നമ്മളിങ്ങനെ വെച്ച് അരയ്ക്കുമ്പം ഇതിൻ്റെ ഈ സൈഡിൽ ഇതിനകത്തൊക്കെ ഒരു കറുത്ത കളർ വരും. അതൊക്കെ എൻ്റെ മിക്സിയിലും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. അത് നല്ല വെളുത്ത്. ഇപ്പം ചേട്ടൻ ഇത് കണ്ട് ചേട്ടനോട് ചോദിച്ചു, ഇടി നമ്മുടെ പഴയ മിക്സി തന്നെയാണോ ഇതെന്ന്. പുത്തനായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് വൃത്തിയാക്കി വെച്ച് അന്നേരമേ എടുത്ത് കറണ്ടെ കുത്തി ഉപയോഗിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ കാണും. ഒന്നെങ്കിൽ വൈകുന്നേരം ചെയ്തിച്ച് രാവിലത്തെ വെയിലില്ലേ, അത് നല്ലപോലെ പൊള്ളിച്ചെടുക്കണം കേട്ടോ. പൊള്ളിച്ചെടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഉപയോഗിച്ച് ആരും എർത്തടിക്കുകയൊന്നും ചെയ്തേക്കരുത്. ഒത്തിരി വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യില്ല കേട്ടോ. ഞാനത് പുരട്ടി വെച്ച് നല്ലപോലെ ഒഴിച്ച് തുണി നനച്ച് പിഴിഞ്ഞാണ് തുടച്ചെടുത്തത് കേട്ടോ. നമ്മുടെ മിക്സി പുത്തനായില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര സന്തോഷം. കരി പിടിച്ച് കറുത്തിരുന്ന മിക്സിയാണ്. മൊത്തം പശയായിരുന്നു ഇതിൽ, പശയെല്ലാം പോയി കിട്ടി കേട്ടോ, നല്ല വൃത്തിയായി. ഇതുണ്ട് അവരാ കമത്തിയിട്ട് ഇതേണ്ട ഇങ്ങനെ ചെയ്തതിൻ്റെ എന്തോന്നും കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ട് കമത്തിയിട്ട് അവർ പണിതതിൻ്റെയാണ് ഈ പോറലും ഒക്കെ വന്നേക്കുന്നത് ഇതിൽ. പക്ഷെ അല്ലാതെ മിക്സി നല്ല അടിപൊളിയായി കേട്ടോ. അപ്പം നമ്മുടെ മിക്സിയൊക്കെ നല്ല പുത്തനായി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോസാണ് നമ്മുടേത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം.